ഹലോ, ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് നിയോപോളിറ്റൻ കേക്കാണ് കേട്ടോ. പേര് കേട്ട് ഞെട്ടൊന്നും വേണ്ട. ഒരു 3 ഫ്ലേവർ വരുന്നൊരു കേക്കാണ്. നല്ല കിടിയിലും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് വരുന്നത്. 3 ഫ്ലേവർ വരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പം അത്രയും ടേസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് വരുന്നതിന് മുമ്പേ ആദ്യം നമുക്കൊരു വാനില കേക്ക് കാണാം. ഒരു 1/2 kg വാനിലയാണ്. അത് ജസ്റ്റ് ഒന്ന് ഐസ് ചെയ്ത് നമ്മൾ ക്രം കോട്ടിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. സോ ഇന്ന് നമുക്ക് ഈ ഒരു 2 കേക്കാണ് കേട്ടോ കൊടുക്കാനുള്ളത്. ഒന്ന് ഈ ഒരു 1/2 kg വാനില കേക്കും, പിന്നുള്ളത് നമ്മുടെ നിയോപോളിറ്റൻ കേക്കും. അപ്പം ഇത് രണ്ടുമാണ് നമുക്കിന്ന് കൊടുക്കാനുള്ളത്. രണ്ടും വൈകുന്നേരത്തേനാണ്, നമ്മുടെ അടുത്ത വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ്, അതായത് നിയോപോളിറ്റൻ കേക്കാണ് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അവളും ഹസ്ബൻഡും കുഞ്ഞും കൂടെ വന്നിട്ടാണ് നമ്മുടെ ഇന്ന് കേക്ക് വാങ്ങിച്ച് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ നിയോപോളിറ്റൻ കേക്കിലേക്ക് വരാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് നിയോപോളിറ്റൻ കേക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വാനിലയുടെ ബേസ് വെച്ചിട്ട് ഞാനൊന്ന് വെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്ട്രോബെറിയുടെ ക്രീം, അതായത് എസൻസ് ചേർത്ത് ഒരു 2 ഡ്രോപ്പ് ചേർത്തിട്ടുള്ള ക്രീമാണ് ചേർത്തിട്ടുള്ളത്, മിക്സ് ചെയ്ത് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം സ്ട്രോബെറിയുടെ ക്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ സ്ട്രോബെറിയുടെ ബേസാണ് കേട്ടോ വെക്കുന്നത്. അതൊന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചോക്ലേറ്റ് കേക്കിൻ്റെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ക്രീമാണ് തേച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം അതിൻ്റെ മണ്ടയ്ക്കായിട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ ഗനാഷും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മണ്ടയ്ക്ക് വെക്കാൻ പോകുന്നത് ചോക്ലേറ്റിൻ്റെ ബേസാണ്. അപ്പോൾ ഈ 3 ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു കേക്ക് വന്നിട്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കസ്റ്റമറും, അതായത് എൻ്റെ ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കിടിലൻ ടേസ്റ്റാണ്, ഈ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ഇതിനകത്ത് വന്നേക്കുന്നത് വാനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, ഇതായിരുന്നു കേട്ടോ. ഈ ഒരു 3 ഫ്ലേവറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം നമുക്ക് നമ്മുടെ 1/2 kg തിരിച്ച് വരാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പം അതൊന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് റോസറ്റ വരച്ച് കൊടുക്കുന്നുണ്ട്. പ്രസ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനൂടെ ആ ഒരു നോസിൽ വെച്ച് തന്നെയാട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ലീഫിൻ്റെ നോസിലെടുത്ത് ഒരു ലീഫ് ഡിസൈനൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയൊരു പല കളറുള്ള നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഷുഗർ ബോൾസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിങ്ങനെ ചെറിയ ബോൾസാണ് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഒരു ബോൾസ് ഇടണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി. എന്തായാലും ഇട്ട് പോയില്ലയോ. അപ്പം അതിനുശേഷം നമ്മുടെ കേക്ക്, നമ്മുടെ നിയോപോളിറ്റൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ ഒരു ഗനാഷ് വെച്ചിട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട്